ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിലെത്തും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരള വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന കണ്ണൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോഴിക്കോടും തൃശൂരും. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന് നാളെ നെതർലൻഡ്സിൽ തുടക്കമാകും. ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് മത്സരിക്കും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിലെത്തും. ഗുവാഹത്തിയിൽ പരമ്പരാഗത ബോഡോ സാംസ്കാരിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മറ്റന്നാൾ നാഗോൺ ജില്ലയിലെ കാലിയാബോറിൽ 6,950 കോടി രൂപയിലധികം ചെലവ് വരുന്ന കാസിരംഗ എലവേറ്റഡ് കോറിഡോർ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് ഗുവാഹത്തി, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. തൊഴിൽദാതാക്കളുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് 1 പതിറ്റാണ്ട്. പദ്ധതി രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ഇറാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇറാനിലുള്ളവർ എത്രയും വേഗം മടങ്ങിവരണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇറാനിലെ മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. ഡിസംബർ 3 മുതൽ 5 വരെ ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട റീഫണ്ട് തുകകൾ പൂർണ്ണമായും നൽകിക്കഴിഞ്ഞതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഈ തീയതികളിൽ എയർലൈനിനുണ്ടായ പ്രവർത്തന തടസ്സങ്ങൾ കാരണം ബുദ്ധിമുട്ട് നേരിട്ട ഉപഭോക്താക്കൾക്ക് വിമാന കമ്പനി 10,000 രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും. തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിക്കും. ഐടി വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. കൊട്ടാരക്കരയിൽ ഒരുക്കിയ ആദ്യ പൈലറ്റ് കേന്ദ്രം ഈ മാസം 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കേരള വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ ലോഗോ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. നടി മഞ്ജു വാര്യറാണ് ക്യാമ്പയിൻ അംബാസിഡർ. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഈ മാസം 19-ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിമുക്ത ഭടന്മാരെ പൊതു തൊഴിൽ രംഗത്തേക്ക് പുനരധിവസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രത്യേക തൊഴിൽമേള സംഘടിപ്പിക്കാനൊരുങ്ങി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ വിമുക്ത ഭടക്ഷേമ വകുപ്പ്. ഈ മാസം 20-ന് കൊച്ചി നാവികാസ്ഥാനത്തെ ട്രാവങ്കൂർ ഗേറ്റിൽ തൊഴിൽമേള നടക്കും. വിശദാംശങ്ങളിലേക്ക്. കര, നാവിക, വ്യോമസേനകളിലെ വിമുക്ത ഭടന്മാർക്ക് സെക്യൂരിറ്റി, ഐടി, അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, ആരോഗ്യപരിചരണം, എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളിൽ അവസരങ്ങൾ കണ്ടെത്താനുള്ള പ്രത്യേക വേദിയായി തൊഴിൽമേള മാറും. 2025-26 സാമ്പത്തിക വർഷം രാജ്യത്തുടനീളം 18 തൊഴിൽമേളകളാണ് ഡിജിആർ സംഘടിപ്പിക്കുന്നത്. ഡൽഹി, ചെന്നൈ, അഹമ്മദാബാദ്, ലക്നൌ, വാരാണസി, കൊൽക്കത്ത, സെക്കന്ദരാബാദ്, ജമ്മു, ഭോപ്പാൽ എന്നിവിടങ്ങളിലെ മേളകൾ ഇതിനകം പൂർത്തിയായി. പ്രത്യേകം തയ്യാറാക്കിയ AI അധിഷ്ഠിത തൊഴിൽ പ്ലാറ്റ്ഫോമായ esmhire.com എന്ന വെബ്സൈറ്റിൽ തൊഴിലുടമകൾക്കും വിമുക്ത ഭടന്മാർക്കും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. dgrindia.gov.in എന്ന ഡിജിആർ വെബ്സൈറ്റിലെ ജോബ് ഫെയർ ബട്ടണിലും രജിസ്ട്രേഷൻ ലിങ്ക് ലഭ്യമാണ്. രജിസ്ട്രേഷൻ പൂർണ്ണമായും സൌജന്യമാണ്. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സംഗീതോത്സവം നാളെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെയാണ് സംഗീതോത്സവം. പത്തനംതിട്ട കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ 50 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ മന്ത്രി വീണ ജോർജ് നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കോന്നി മെഡിക്കൽ കോളേജിൽ 351.72 കോടി രൂപയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്.
മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ജെസ്സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണിത്. ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുരോഗമിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോഴിക്കോടും തൃശൂരുമാണ് തൊട്ടുപിന്നിൽ. കലോത്സവം മറ്റന്നാൾ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ സുരക്ഷ മുൻനിർത്തി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി അനധികൃതമായി വാക്കി ടോക്കികൾ വിൽക്കുന്നതിനെതിരെ നടപടിയുമായി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ലൈസൻസിംഗ് ആവശ്യകതകൾ, അംഗീകാരം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളില്ലാതെ നിയമവിരുദ്ധമായാണ് നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായ ഓൺലൈൻ വിൽപ്പന തടയുന്നതിനായി അതോറിറ്റി പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എം LDFൽ ഉറച്ചു നിൽക്കുമെന്നും കോട്ടയത്ത് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന് സമീപം ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം. പാറേമാവ് 10 ഏക്കർ കോളനിയിലാണ് കഴിഞ്ഞ ദിവസം പകൽ കടുവയെ കണ്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മുൻപ് വന്യമൃഗശല്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇതാദ്യമായാണ് കടുവയെ കാണുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ വനപാലകർ മേഖലയിൽ വിശദമായ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകളോ മറ്റ് അടയാളങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൊടുപുഴയിൽ നിന്നും ഡ്രോൺ എത്തിച്ചു നടത്തിയ ആകാശ നിരീക്ഷണവും ഫലം കണ്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കഞ്ഞിക്കുഴിയിൽ പുലിയും ഇടുക്കി പാർക്കിന് സമീപം കടുവയും ഇറങ്ങിയതിന് പിന്നാലെ പാറേമാവിലും വന്യമൃഗ സാന്നിധ്യമുണ്ടായത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ആനശല്യത്തിന് പിന്നാലെ കടുവയും പുലിയും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെതർലൻഡ്സിൽ നാളെ ആരംഭിക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് മത്സരിക്കും. ആദ്യ റൌണ്ടിൽ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദാരോവാണ് ഗുകേഷിന്റെ എതിരാളി. പ്രജ്ഞാനന്ദ, അർജുൻ അർഗേസി, അരവിന്ദ് ചിദംബരം എന്നീ ഇന്ത്യൻ താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് ലീഗ് മത്സരങ്ങൾ നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് നടക്കും. 8 പ്രധാന ഇനങ്ങളിൽ 17 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവപ്രതിഭകൾ മത്സരിക്കും. തദ്ദേശീയ ആയോധന കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് അണ്ടർ 18 സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന ആത്മീയ സംഗമങ്ങളിലൊന്നായ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ ഇന്ന് വിശേഷാൽ പൂജകളോടെ തുടക്കമായി. ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 19-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ ഈ മാസം 19 വരെ പ്രവർത്തിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൌകര്യമുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിംഗും 19 വരെയുണ്ടാകും. മറ്റന്നാൾ വരെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ഈ മാസം 20-നാണ് നട അടയ്ക്കുക. ശബരിമലയിലെ പഴയ കൊടിമരം 2017-ൽ മാറ്റി സ്ഥാപിച്ചപ്പോൾ വാജിവാഹനം ചട്ടവിരുദ്ധമായാണ് തന്ത്രിക്ക് നൽകിയതെന്ന് ദേവസ്വം രേഖകൾ. ദേവസ്വം കമ്മീഷണറുടെ 2012-ലെ ഉത്തരവിന് വിരുദ്ധമാണ് നടപടി. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. അതിനിടെ ശബരിമലയിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം VSSCക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ഇറാനിലെ പ്രക്ഷോഭവും ചർച്ചയായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിലെത്തും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരള വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന കണ്ണൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോഴിക്കോടും തൃശൂരും. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന് നാളെ നെതർലൻഡ്സിൽ തുടക്കമാകും. ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് മത്സരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.